ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതെന്താണ്? അവിടുത്തെ രഹസ്യ നിലവറകളും കോടികളുടെ സമ്പത്തും അല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് ആ സ്വർണ്ണത്തിളക്കത്തിനും അപ്പുറത്തേക്കൊന്ന് സഞ്ചരിക്കാം. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ നിധി എന്താണെന്ന് കണ്ടെത്താം. നൂറ്റാണ്ടുകളായി ഒരു മാറ്റവും സംഭവിക്കാതെ ഇന്നും ജീവനോടെ തുടരുന്ന ആ പാരമ്പര്യങ്ങളിലേക്ക്. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായിരിക്കും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ നിധി? ആ നിലവരകളിൽ ഭദ്രമായിരിക്കുന്ന സ്വർണമാണോ, അതോ അതിനേക്കാളൊക്കെ വിലപിടിച്ച മറ്റെന്തെങ്കിലുമാണോ? സത്യത്തിൽ യഥാർത്ഥ നിധി ആ നിലവറകൾക്കുള്ളിലല്ല. അത് ഈ ക്ഷേത്രത്തിന് ജീവൻ നൽകുന്ന, തലമുറകളായി കൈമാറി വന്ന, ഇന്നും ഒരു തരി പോലും മാറ്റം വരാതെ തുടരുന്ന ആ പവിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. നമ്മുടെ ഈ യാത്ര നമുക്ക് ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്തുനിന്നു തന്നെ തുടങ്ങാം. അതായത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഒരു മഹാത്ഭുതത്തിൽ നിന്ന്, ഭഗവാൻ പത്മനാഭന്റെ ആ അനന്തശയനരൂപത്തിലുള്ള മൂലവിഗ്രഹത്തിൽ നിന്ന്. ഈ സംഖ്യയൊന്നു നോക്കൂ, 12008. എന്താണിത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപമായി കണക്കാക്കുന്ന അത്രയും സാളഗ്രാമ ശിലകൾ കൊണ്ടാണ് 18 അടി നീളമുള്ള ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഓരോ ശിലയും ഭഗവാൻ തന്നെയാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ആയിരക്കണക്കിന് സാളഗ്രാമങ്ങളെ എങ്ങനെയാണ് ഒരുമിപ്പിച്ചു ചേർത്തത്? അതിനു പിന്നിൽ വളരെ അപൂർവമായൊരു വിദ്യയുണ്ട്. അതാണ് കടുശർക്കര യോഗം. പേര് കേൾക്കുമ്പോൾ എന്തോ മധുരമുള്ള പലഹാരമാണെന്നൊക്കെ തോന്നാം, അല്ലേ? പക്ഷെ ഇതൊരു സാധാരണ ശില്പമല്ല. 100-ലധികം ഔഷധങ്ങൾ ചേർത്തൊരുക്കിയ ഒരു അത്ഭുത കൂട്ടാണിത്. ഈ നിർമ്മാണ രീതി എത്ര മനോഹരമാണെന്ന് നോക്കൂ. ശരിക്കും ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കുന്നത് പോലെ തന്നെ. കരിങ്ങാലി മരം കൊണ്ട് അസ്ഥികൂടം, കയറുകൊണ്ട് ഞരമ്പുകൾ, ഔഷധമണ്ണുകൊണ്ട് മാംസം, പട്ടുകൊണ്ട് ചർമ്മം, ഇങ്ങനെ ഓരോ ഘട്ടവും. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ശ്രീകോവിലിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഔഷധക്കൂട്ടായതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ മൂലവിഗ്രഹത്തിൽ വെള്ളമോ എണ്ണയോ പോലുള്ള ദ്രാവകങ്ങൾ കൊണ്ട് അഭിഷേകം നടത്താറില്ല. കാരണം അത് വിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തും. അപ്പോൾ പിന്നെ പൂജകളും ഉത്സവങ്ങളും എങ്ങനെ നടക്കും? അതിനാണ് ലോഹത്തിൽ തീർത്ത പ്രത്യേക ഉത്സവ വിഗ്രഹങ്ങളുള്ളത്. ദിവസേനയുള്ള അഭിഷേകങ്ങൾക്കും ഘോഷയാത്രകൾക്കും ഈ വിഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത്. ശരി, അപ്പം നിശ്ചലമായ ഈ വിഗ്രഹത്തിൽ നിന്ന് നമുക്കിനി ക്ഷേത്രത്തിന് ജീവനും തുടിപ്പും നൽകുന്ന, ഓരോ ദിവസവും നടക്കുന്ന ചലനാത്മകമായ ആചാരങ്ങളിലേക്ക് കടക്കാം. ഇതൊരു സാധാരണ കെട്ടിടമല്ല, മറിച്ച് ജീവനുള്ള ഒരു ദൈവിക സാന്നിധ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇവിടത്തെ ഓരോ ദിവസവും. പുലർച്ചെ 3 മണിക്ക് ഭഗവാനെ പള്ളിയുണർത്തുന്ന നിർമ്മാല്യ ദർശനം മുതൽ രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടക്കുന്നതുവരെ കൃത്യമായ ചിട്ടകളോടെയാണ് ഓരോന്നും നടക്കുന്നത്. ദിവസേനയുള്ള ഈ ചിട്ടകളിൽ നിന്ന് നമുക്കിനി വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന, നാടിനെ തന്നെ ഒന്നിപ്പിക്കുന്ന വലിയ ആഘോഷങ്ങളുടെ ലോകത്തേക്ക് കടന്നുചെല്ലാം. വർഷത്തിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന 2 പ്രധാന ഉത്സവങ്ങളുണ്ട്, പൈങ്കുനിയിലും അൽപ്പശിയിലും. പിന്നെ സംഗീതം നിറഞ്ഞു തുളുമ്പുന്ന നവരാത്രി ആഘോഷങ്ങൾ, അതുപോലെ അടുത്തിടെ പുനരാരംഭിച്ച ഭദ്രദീപം പോലുള്ള അതിപുരാതനമായ ചടങ്ങുകൾ. ഇവയെല്ലാം കാണിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ സാംസ്കാരിക പൈതൃകം എത്രത്തോളം സമ്പന്നവും സജീവവുമാണെന്നാണ്. ഈ 2 പ്രധാന ഉത്സവങ്ങളുടെയും അവസാനം നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയുണ്ടല്ലോ, അതൊരു ഗംഭീര കാഴ്ചയാണ്. ഉത്സവ വിഗ്രഹങ്ങളെ ശംഖുമുഖം കടപ്പുറത്തു കൊണ്ടുപോയി പുണ്യസ്നാനം നടത്തുന്ന ചടങ്ങാണത്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ കാരണവർ തന്നെ കാൽനടയായി ഈ ഘോഷയാത്രയെ നയിക്കുന്നത് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ 6 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു മഹാസംഭവത്തെക്കുറിച്ചാണ്. ആത്മീയതയുടെയും സമർപ്പണത്തിന്റെയും ഒരു മഹാത്ഭുതം. 56 ദിവസം, ഒന്നോർത്തു നോക്കൂ. ഏതാണ്ട് 2 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ഒരു മഹായജ്ഞമാണ് മുറജപം. 100 കണക്കിന് വേദപണ്ഡിതന്മാർ ഒത്തുകൂടി രാവും പകലും ഇടതടവില്ലാതെ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ക്ഷേത്രാന്തരീക്ഷം മുഴുവൻ ഭക്തിസാന്ദ്രമാക്കുന്ന ഒരു സമയം. ഈ 56 ദിവസത്തെ തപസ് അതിന്റെ പാരമ്യത്തിലെത്തുന്നത് ലക്ഷദീപം തെളിയുമ്പോഴാണ്. 1 ലക്ഷം മൺചരാതുകൾ ക്ഷേത്രത്തിലും പരിസരത്തും ഒരുമിച്ച് തെളിയുമ്പോൾ ആ ക്ഷേത്രം ഒരു പ്രകാശസമുദ്രം പോലെയാകും. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തൊരനുഭവമാണ്. വെറുമൊരു ആഘോഷം മാത്രമല്ലേത്, ഇതിനു പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. താൻ നടത്തിയ യുദ്ധങ്ങൾക്ക് പ്രായശ്ചിത്തമായും രാജ്യത്തിന് സർവൈശ്വര്യങ്ങൾ ഉണ്ടാകാനും വേണ്ടി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1750-ൽ തുടങ്ങിയ ഒരു പാരമ്പര്യമാണിത്. അപ്പോൾ ഈ ആചാരങ്ങളെല്ലാം ഇന്നും നിലനിർത്തുന്നതിൽ മനുഷ്യരുടെ പങ്ക് എന്താണ്? ഇനി നമുക്ക് രാജകുടുംബത്തിന്റെ സവിശേഷമായ പങ്കിനെക്കുറിച്ചും ഭക്തർ പാലിക്കേണ്ട കർശനമായ ചിട്ടകളെക്കുറിച്ചും സംസാരിക്കാം. ഇത് ശരിക്കും ലോകത്ത് മറ്റൊരിടത്തും കാണാത്തൊരു കാര്യമാണ്. ഇവിടെ യഥാർത്ഥ ഭരണാധികാരി സാക്ഷാൽ പത്മനാഭരാണ്.
തിരുവിതാംകൂർ രാജകുടുംബം അദ്ദേഹത്തിന്റെ ദാസന്മാരായി, അതായത് കാര്യസ്ഥരായി രാജ്യം ഭരിക്കുന്നു. അതാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ഭക്തർക്ക് വളരെ കർശനമായ വസ്ത്രധാരണ രീതിയുണ്ട്. പുരുഷന്മാർ മുണ്ടുടുത്ത് മേൽവസ്ത്രം ഒഴിവാക്കണം. സ്ത്രീകൾ സാരിയോ മുണ്ടും നേരിയതും ധരിക്കണം. ഇത് വെറുമൊരു നിയമം എന്നതിലുപരി ഭഗവാന് മുന്നിലുള്ള നമ്മുടെ സമർപ്പണത്തിന്റെയും വിനയത്തിന്റെയും ഒരു പ്രതീകമാണ്. ഇന്നത്തെ ലോകത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള കാര്യമാണിത്. ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ, ക്യാമറ, സ്മാർട്ട് വാച്ച്, പേഴ്സ്, ബെൽറ്റ്, ബാഗുകൾ ഇങ്ങനെ ഒന്നും കൊണ്ടുപോവാൻ അനുവാദമില്ല. ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒന്നുമാത്രം: നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധയും സാന്നിധ്യവും ഭഗവാനിൽ മാത്രം അർപ്പിക്കുക. ഈ ഒരൊറ്റ വാചകത്തിൽ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ സത്ത മുഴുവനുമുണ്ട്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് നമ്മുടെ അഹംഭാവമെല്ലാം പുറത്തുവെച്ച് പൂർണ്ണമായ സമർപ്പണ മനോഭാവത്തോടെ മാത്രം പ്രവേശിക്കേണ്ട ഒരു പുണ്യസങ്കേതമാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയെ ഓരോ നിമിഷവും കവർന്നെടുക്കുന്ന 100 കൂട്ടം കാര്യങ്ങളുള്ള ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് നൂറ്റാണ്ടുകളായി ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ഈ അചഞ്ചലമായ ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും പാരമ്പര്യത്തിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.